ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഇതിനും സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതിയും നമ്മെ ഏവരെയും നയിക്കണം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു വരുന്നു. അതിന് തൊട്ട് മുമ്പ് സംയോജനത്തിന്റെ നിയമത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോ സംയോജനം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ എവിടം മുതൽ എവിടം വരെയുണ്ട്. പ്രപഞ്ചത്തില് പരമാണു മുതല് ഈ പ്രപഞ്ചം വരെയും സംയോജനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചം ഒരു ഏകസത്തയായിട്ട് നിൽക്കുന്നത് തന്നെ ആ സംയോജനത്തിന്റെ നിയമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്. ആ പ്രാപഞ്ചിക സംയോജനം എന്താണ് എന്നതാണ് നമ്മള് ഇന്നത്തെ പ്രതിപാദനം. അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്റഗ്രേഷൻ ഓഫ് ദ കോസ്മിക് സിസ്റ്റം occurs through the unification of all sequential subsystem dimensions. എന്താണ് പ്രാപഞ്ചിക വ്യവസ്ഥയുടെ ഏകീകരണം? ഉപവ്യവസ്ഥകളുടെ സംയോജനം മൂലം ഉപരിവ്യവസ്ഥ ഉണ്ടാകുന്ന പ്രക്രിയ പ്രാഥമിക മൂലവസ്തുക്കൾ മുതൽ പ്രപഞ്ചം വരെയും കാണാനാകും. പ്രാഥമിക മൂലം, ഈ ഇടതുവശത്ത് കാണുന്ന ചിത്രം ഒന്ന് നോക്കിയാൽ കുറച്ചുകൂടെ വ്യക്തമാകും. പ്രാഥമിക മൂലം, മൂലസംയുക്തം, സംയുക്ത സംയുക്തം, സവിശേഷ സംയുക്തം, കോശം, അവയവം, ജീവി, ജീവിവർഗം, ജീവരാശി, ചരരാശി, ചരാചരരാശി, ഭൂമി, സൗരയൂഥം, ആകാശഗംഗ, പ്രപഞ്ചം എന്നിങ്ങനെ പ്രകടമായ തലങ്ങൾ രേഖപ്പെടുത്തുവാനാകും. ഇവയിൽ സവിശേഷ സംയുക്തം മുതൽ ജീവരാശി വരെയുള്ള ഉപധാരയെ ജീവധാര എന്ന് വിളിക്കുന്നു. ഒരു പ്രാഥമിക വ്യവസ്ഥയ്ക്ക് ഘടന, പ്രതിഭാസം, ധർമ്മനിർവഹണം, അനുരൂപണം, ശക്തി എന്നീ 5 മാനങ്ങൾ ഉണ്ടാകും. അവ ഒരു ജീവസത്തയിൽ യഥാക്രമം ശരീരം, ജീവൻ, മനസ്സ്, ജ്ഞാനം, ചൈതന്യം എന്നിവയും പ്രാപഞ്ചിക തലത്തിൽ പ്രകൃതി, അധിജീവൻ, പ്രകൃതി മാനസം, പരിബോധം, പരിശക്തി എന്നിവയുമാണ്. ഇവയെ മനുഷ്യതലത്തിൽ നിന്നും അറിയുമ്പോൾ യഥാക്രമം ദൃശ്യപ്രകൃതി, ഈശ്വരീയം, നിയതി, പ്രപഞ്ചബോധം, പ്രപഞ്ചശക്തി എന്നിങ്ങനെ വിളിച്ചു വരുന്നു. ഒളിമ്പസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഇക്കോജെനസിസ്. അപ്പൊ ഇക്കോജെനസിസില് ഈ ഈശ്വര വിശ്വാസികളും ശാസ്ത്രവിശ്വാസികളും ഇനി ഒരു വിശ്വാസവുമില്ലാതെ അന്വേഷണം കൊണ്ട് അറിയാൻ ശ്രമിക്കുന്നവരും ഒക്കെ കൗതുകത്തോടെ നോക്കിയിരിക്കുമ്പോൾ അവർക്ക് മുന്നിൽ ഈശ്വരീയം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു വിശദീകരണ സംവിധാനമുണ്ട്. അതിനെയാണ് ഞാനിവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരച്ച് കാണിക്കുന്ന ഒരു രീതി നമുക്കിവിടെ ഈ ഒരു പ്രസന്റേഷനിൽ ഇല്ലല്ലോ. അതുകൊണ്ട് വാമൊഴിയായിട്ട് തന്നെ പറഞ്ഞു പകരേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു പരിമിതി ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ചിത്രം ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഈ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ ഏകീകരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 2 ഉപവ്യവസ്ഥകൾ ജോയിൻ ചെയ്തിട്ടാണ്, സംയോജിച്ചുകൊണ്ടാണ് ഒരു ഉപരി വ്യവസ്ഥ ഉണ്ടാകുന്നത്. ഇത് പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായിട്ടുള്ള ഒരു കണത്തിൽ നിന്ന്, പ്രാഥമിക മൂലകണത്തിൽ നിന്ന് മുതൽ പ്രപഞ്ചം വരെ നമുക്ക് കാണാനാകും. എന്തെടുത്തു കഴിഞ്ഞാലും അത് കുറെ ഘടകങ്ങളുടെ സംയുക്തമായിരിക്കും. അപ്പോ ഈ സംയോജനം എന്നുള്ളത് എല്ലായിടത്തും ഉള്ളതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. സംയോജിക്കുമ്പോൾ അതുവരെ ഇല്ലാത്ത പുതിയ സവിശേഷതകൾ അവിടെ പ്രത്യക്ഷമാകും എന്നത് നമ്മൾ പഠിച്ചതാണ്. എമർജിങ് പ്രോപ്പർട്ടി എന്ന രീതിയിൽ 2 വസ്തുക്കൾ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ഒരു പുതിയ സവിശേഷ സ്വഭാവം ഉണ്ടായിത്തീരും എന്നുള്ള അവസ്ഥ. അതാണ് ഒരു വ്യവസ്ഥയെ ഒഴിവാക്കുന്നത്. ഒരു വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോർ ദാൻ ദി ടോട്ടൽ എന്നുള്ളതാണ്. അതിന്റെ ഘടകങ്ങളുടെ ആകത്തുകയിലും അധികമായിരിക്കും എന്നുള്ളതാണ്. അപ്പോ നമ്മളിവിടെ കാണുന്ന എല്ലാം തന്നെ വസ്തുക്കളല്ല, വ്യവസ്ഥകളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഏതൊരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാലും അത് വസ്തുവായിട്ട് നമുക്ക് അനുഭവവേദ്യമാകുമ്പോഴും അത് ഒരു വസ്തു എന്നല്ല അറിയേണ്ടത്. വസ്തുവല്ല, പകരം അതിലും വിപുലമായ ഒരു വ്യവസ്ഥയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ആ വ്യവസ്ഥ ക്രമീകരണം
പ്രാഥമിക മൂലകണം മുതൽ, അതായത് മനുഷ്യന് അവന്റെ ധിഷണ കൊണ്ട് ചെന്നെത്താൻ കഴിയുന്നതിന്റെ പ്രാഥമികമായിട്ടുള്ള അവസ്ഥ മുതൽ അവന്റെ ധിഷണ കൊണ്ട് അങ്ങേയറ്റത്ത് ചെന്ന് അറിയാൻ കഴിയുന്ന പ്രപഞ്ചം വരെയും ഇതേ അവസ്ഥയിൽ തന്നെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ദി മോർ ദാൻ ദി ടോട്ടൽ എന്ന് പറയുന്ന ആ എമർജിംഗ് പ്രോപ്പർട്ടി എല്ലായിടത്തും കാണാനാവും. അപ്പോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, പേരിട്ട് വിളിക്കാൻ പറ്റുന്ന കുറെ തലങ്ങളുണ്ട്. ഇതിന്റെ ഇടയിൽ കുറേയേറെ തലങ്ങളുണ്ട്, കോടിക്കണക്കിന് തലങ്ങളുണ്ട്. അതൊന്നും നമുക്കറിയില്ല. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പാകത്തിൽ കുറച്ച് തലങ്ങൾ നമ്മളിവിടെ പറയുന്നു. അത് ഒന്ന് പ്രാഥമിക മൂലം, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മൂല അവസ്ഥ. ഇനി പ്രാഥമിക മൂലങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന മൂല സംയുക്തം. പ്രാഥമികമായിട്ടുള്ള ഇപ്പോ ക്വാക്കാണെന്ന് വെച്ചാൽ രണ്ട് ക്വാക്കുകൾ ചേർന്നിട്ട് ഒരു സബാറ്റോമിക കണം ഉണ്ടാവുന്നിരിക്കും. ആ രണ്ട് ക്വാക്കുകൾ ചേർന്നിട്ടുള്ള ക്വാക്കുകളുടെ ഒരു പ്രത്യേക സവിശേഷ ക്രമത്തിൽ ഒരു സബാറ്റോമിക കണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നു. ഇവകൾ ചേർന്നിട്ട്, അപ്പൊ ഇതിനെയാണ് നമ്മൾ സംയുക്തം എന്ന് പറയുക. സംയുക്തങ്ങളുടെ സംയുക്തം. ഇതിപ്പോ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാല് പീരിയോഡിക് ടേബിളിലെ ക്രമം വെച്ച് നോക്കുമ്പോൾ ആറ്റമാണ് ഏറ്റവും ചെറുതായിട്ടുള്ള കണം. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ ദ്രവ്യത്തിന്റെ സ്വഭാവം പോയി. ആ പ്രാഥമിക കണം എടുത്ത് അവയെ ചേർത്ത് വെച്ചാൽ സംയുക്തം എന്ന് വിളിക്കും. സംയുക്തങ്ങൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സംയുക്തങ്ങൾ ഒരുമിച്ച് ചേർത്ത് സംയുക്തങ്ങളുടെ സംയുക്തം എന്ന് പറയും. അങ്ങനെ സംയുക്തങ്ങൾ കൂടി വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ കാർബണും ഹൈഡ്രജനും നൈട്രജനും ഒക്കെ ചേരുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അതിന് സ്വയം പരിചരണ ശേഷി സിദ്ധിക്കുന്നത്. അതിന് മുമ്പ് സ്വയം പരിചരണ ശേഷി ഇല്ലേ? ഉണ്ട്, അവിടെയും ഉണ്ട്. പക്ഷെ അതൊരു ജൈവ വസ്തു എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന രൂപത്തിൽ അതായി മാറുന്നത് ഒരു സവിശേഷ സംയുക്തമായി മാറുമ്പോഴാണ്. തൽക്കാലത്തേക്ക് അതിനെ ജീവനുള്ള വസ്തു എന്ന് പറയാം. അതിനു മുമ്പിലുള്ളത് ജീവൻ ഇല്ലെന്നല്ല, ജീവന്റെ സൈലന്റ് ആയിട്ടുള്ള, നിശബ്ദമായ, നിശ്ചലമായ, നിഷ്ക്രിയമായ ഒരു അവസ്ഥയാണ് അവിടെയെല്ലാം ഉള്ളത്. അവിടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം ആറ്റത്തിനകത്തുള്ള പ്രവർത്തനങ്ങൾ, ക്വാക്കുകളുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ നമുക്കറിയാം. അവയെല്ലാം ആ സ്വയം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഒരു ജീവി എന്ന് വിളിക്കാവുന്ന കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ ഒക്കെ ചേർന്നുള്ള സവിശേഷ സംയുക്തത്തെയാണ് നമ്മളിവിടെ പ്രത്യേകമായി സവിശേഷ സംയുക്തം എന്ന് പറയുന്നത്. സവിശേഷ സംയുക്തങ്ങൾ ചേർന്നിട്ടാണ് കോശങ്ങൾ ഉണ്ടാവുന്നത്, അവ ചേർന്നിട്ട് അവയവങ്ങൾ ഉണ്ടാവുന്നു, പിന്നീട് കലകളും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ തൽക്കാലം നേരിട്ട് പറയുന്നു കോശം, അവയവം, ജീവിവർഗം, ജീവരാശി, ചരരാശി. ജീവൻ ഉള്ളതും ജീവൻ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് അറിയാത്ത എന്നാൽ ചലിക്കുന്നതായിട്ടുള്ള ചരരാശി, ചരാചര രാശി, ചരിക്കുന്നതും ചരിക്കാത്തതുമായിട്ടുള്ള ഭേദരാശി, ഭൂമി, സൗരയൂഥം, ആകാശഗംഗ, പ്രപഞ്ചം. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണെന്ന് ചോദിച്ചാൽ കഥകൾ, സ്കൂളിലെ കഥകളിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. നമുക്കിതൊന്നും അവിടെ തന്നെ ഉണ്ടോ, ഇതിങ്ങനെ തന്നെയാണെന്ന് ഒന്നും അറിയില്ല. എങ്കിലും നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലായിട്ടുള്ള, നമ്മുടെ യുക്തിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ക്രമം നമ്മളിവിടെ പറയുന്നു. എന്നിങ്ങനെ പ്രകടമായ തലങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ, ഈ പറയുന്ന പ്രാഥമിക മൂലകണം മുതൽ പ്രപഞ്ചം വരെ നമുക്ക് പ്രകടമായ കുറെ തലങ്ങൾ നമുക്ക് രേഖപ്പെടുത്താനാകും. ഇവയിൽ സവിശേഷ സംയുക്തം മുതൽ ജീവരാശി വരെയുള്ള ഉപധാരയെ ജീവധാര എന്ന് വിളിക്കുന്നു. നേരത്തെ കണ്ട ആ ചിത്രത്തില് ആ മുകളിൽ നിന്നും താഴെ വരെ വരുന്നതിന് ഒരു ധാര, ജീവധാര എന്ന് പറയും. ഈ ജീവചക്രത്തിൽ പെട്ടുപോയി എന്നൊക്കെ, സംസാര സാഗരത്തിൽ പെട്ടുപോയി, ജീവചക്രത്തിൽ പെട്ടുപോയി ജീവമുക്തി നേടണമൊക്കെ പറയുന്ന ആ വ്യാഖ്യാനങ്ങളുണ്ടല്ലോ. ആ വ്യാഖ്യാനത്തെ ഇതുമായിട്ട് ചേർത്ത് വായിച്ചാൽ ചിലതൊക്കെ പുതുതായിട്ട് പിടികിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞു നിർത്തുന്നു, അതിലേക്ക് നമ്മളിവിടെ കയറുന്നില്ല. അപ്പോ ജീവധാര എന്ന് വിളിക്കുന്നു. ഒരു പ്രാഥമിക വ്യവസ്ഥയ്ക്ക് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഘടന, പ്രതിഭാസം, ധർമ്മനിർവഹണം, അനുരൂപനം, ശക്തി എന്ന 5 മാനങ്ങൾ ഉണ്ടാവും അല്ലെ? മെറ്റീരിയൽ ഫോം ഉണ്ടാവും, ഫിനോമിനൽ ഫോം ഉണ്ടാവും, ഫങ്ഷണൽ ഫോം ഉണ്ടാവും, കോഗ്നിറ്റീവ് ഫോം ഉണ്ടാവും, വൈറ്റൽ ഫോം ഉണ്ടാവും. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. അവ ഒരു ജീവസത്തയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളതിനെ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നമ്മുടെ ശരീരത്തെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ പറയും ശരീരമുണ്ട്, ജീവനുണ്ട്, മനസ്സുണ്ട്, ജ്ഞാനമുണ്ട്, ചൈതന്യമുണ്ട് എന്ന് നമ്മൾ പറയും അല്ലെ? അതായത് ഈ പ്രാഥമിക മൂലവസ്തു മുതൽ പ്രപഞ്ചം വരെയുള്ള ഏതിനെ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഒരു ഭാഗത്താണ് നമ്മൾ വരുന്നത്. നമുക്ക് ഈ പറഞ്ഞ 5 മാനങ്ങളുണ്ട്. അതിന് നമ്മുടെ മാനത്തെ നമ്മൾ വിളിക്കുന്നത് ശരീരം, ജീവൻ, മനസ്സ്, ജ്ഞാനം, ചൈതന്യം എന്നുള്ള 5 മാനങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് തന്നെ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു അവസ്ഥ എടുക്കുന്ന സമയത്ത് പ്രപഞ്ച തലത്തില് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഏതൊരു തലം എടുത്തു കഴിഞ്ഞാലും അവിടെയും ഇതുണ്ടാകുമല്ലോ.
അപ്പൊ അതിന് പ്രാപഞ്ചിക തലത്തിൽ ഇതിനെ എന്താണ് വിളിക്കുക? അവിടെ പ്രകൃതി, അധിജീവൻ, പ്രകൃതി മാനസം, പരിബോധം, പരിശക്തി എന്നാണ് ഒളിമ്പസ് വിളിക്കുന്നത്. പ്രകൃതി പ്രകൃതമായി നിൽക്കുന്നത്, പ്രകർഷണകൃതമായത് പ്രകൃതി. പിന്നെ അധിജീവൻ, ജീവൻ സാധാരണ ജീവന്റെ ഒരു അവസ്ഥയല്ല, സ്വയം കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയല്ല, എല്ലാത്തിനെയും കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ അധിജീവൻ. പ്രകൃതി മാനസം, നമുക്കറിയാം പ്രകൃതിയുടെ മനസ്സ്, നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് മനസ്സുണ്ടാവും, പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. പരിബോധം, നമുക്ക് ബോധം, ജ്ഞാനം എന്നുള്ളൊരവസ്ഥയുണ്ട്, അവബോധം എന്നുള്ള അവസ്ഥയുണ്ട്. അതുപോലെ പ്രകൃതിക്കുള്ള ആ ബോധത്തെയാണ് പരിബോധം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവിധ ശക്തികളുടെയും ഫോഴ്സുകളുടെയും ഇന്ററാക്ഷന്റെയും ഫണ്ടമെന്റൽ ഇന്ററാക്ഷന്റെയും ഒക്കെ അടിസ്ഥാനമായിട്ടുള്ള പരിശക്തി എന്ന് പറയുന്ന ഒരവസ്ഥ. പക്ഷെ ഇത് നമ്മൾ എവിടെന്നാ മനസ്സിലാക്കുന്നത്? പ്രപഞ്ചത്തിന്റെ തലത്തിൽ പോയി നിന്നിട്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നു? ഒരിക്കലും ഇല്ല. അപ്പൊ അവിടെ നമ്മൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? മനുഷ്യന്റെ തലത്തിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? മനുഷ്യന്റെ തലത്തിൽ നിന്നും നമ്മൾ അതിനെ ഈ പ്രകൃതിയുടെ ശരീരത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ശരീരത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ദൃശ്യപ്രകൃതി എന്ന രൂപത്തിൽ. നമുക്ക് കാണാവുന്ന പ്രകൃതി, നമ്മൾ സാധാരണ രീതിയിൽ ആ പ്രകൃതി ഭംഗി കണ്ടോ, പ്രകൃതി ഭംഗി ആസ്വദിച്ചു, പ്രകൃതി ഭംഗിയിലേക്ക് അല്ലെ പ്രകൃതിയിലേക്ക് ചേർന്നിരുന്നു എന്നൊക്കെ പറയുന്ന ആ ദൃശ്യപ്രകൃതിയാണ് പ്രപഞ്ചത്തിന്റെ ശരീരം. പ്രപഞ്ചത്തിന്റെ ശരീരം എന്ന് പറയുമ്പോൾ പിന്നെ നക്ഷത്ര സമൂഹങ്ങൾക്കിടയിലുള്ള ശരീരത്തെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇത് തൊട്ടടുത്തത് നമ്മൾ കാണുന്നത് ഈ ദൃശ്യപ്രകൃതിയാണ്. അതാണ് പ്രകൃതിയുടെ ശരീരം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ ജീവനെ നമ്മൾ എന്താ വിളിക്കുക? നേരത്തെ പറഞ്ഞു അധിജീവനം. നമ്മുടെ ഭാഷയിൽ അതെങ്ങനെ പറയാം? അതിനെയാണ് ഈശ്വരീയം എന്ന് പറയും. ഈശ്വരൻ എന്ന് ബിംബവൽക്കരിച്ച് വേണമെങ്കിൽ പറയാം. ഈശ്വരീയം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. എല്ലാത്തിനെയും സ്വയം നിർദ്ധാരണം ചെയ്തു കൊണ്ടുപോകുന്ന മഹാപ്രതിഭാസത്തെയാണ് ഈശ്വരീയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞില്ല, അതുപോലെ പ്രകൃതിയുടെ മനസ്സിനെ നമ്മുടെ തലത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുക? പ്രകൃതിയുടെ മനസ്സ് നമ്മിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ തലത്തിൽ നിന്നും പ്രകൃതിയുടെ മനസ്സിനെ മനസ്സിലാക്കുന്ന സമയത്ത് അതിന് നമ്മൾ നിയതി എന്ന് പറയും. വിധി എന്ന് സാധാരണ ഭാഷയിൽ പറയും, നിയതി എന്ന് പറയും. അപ്പൊ നമുക്ക് സംഭവിക്കുന്നത് എല്ലാം എന്റെ വിധിയാണെന്ന് പറയുന്നത്, നമുക്ക് സംഭവിക്കുന്നത് പ്രകൃതിയുടെ മനസ്സിന്റെ ധർമ്മനിർവഹണ പ്രക്രിയയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് നിയതി എന്ന് പറയുന്നത്. അടുത്തതോ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥന, നമ്മൾ ശരി ചെയ്തു, തെറ്റ് ചെയ്തു, ഇതിനെ ആര് മനസ്സിലാക്കുന്നു? പ്രപഞ്ചശക്തി, പ്രപഞ്ചബോധം ഇതിനെല്ലാം മനസ്സിലാക്കുന്നു നമ്മൾ പറയാറുണ്ട്. പ്രപഞ്ചബോധം എന്ന് പറഞ്ഞു, ഞാൻ വീഴാൻ പോയി, പെട്ടെന്ന് ആരോ വന്ന് താങ്ങി, അപ്പോ ഞാൻ വീഴുന്നു എന്ന് ആരാ മനസ്സിലാക്കിയത്? പ്രപഞ്ചബോധം മനസ്സിലാക്കി. ഇതാണ് പരിബോധമായിട്ട്, പരിബോധത്തെ അറിയുന്നത്, പ്രപഞ്ചത്തിന്റെ അറിവിനെ, പ്രപഞ്ചത്തിനുള്ള ജ്ഞാനത്തെ നമ്മൾ അറിയുന്നത് പ്രപഞ്ചബോധമായിട്ട്. അത് നമ്മുടെ ശരീരത്തില് മറ്റേ ഒരു മുറിവുണക്കുന്ന കാര്യത്തിലോ, നമ്മുടെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെ പ്രതിഭാസങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഒട്ടേറെ പ്രതിഭാസങ്ങളുടെ കാര്യത്തിൽ ഈ പ്രപഞ്ചബോധം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ബോധത്തിനും അതീതമായ ഒരു ബോധം നമുക്ക് ചുറ്റും വിലയം പ്രാപിക്കുന്നത് നമുക്ക് എപ്പോഴും കാണാനാവുന്നു. അതുപോലെ പ്രപഞ്ചത്തിന്റെ ചൈതന്യത്തെയാണ് പ്രപഞ്ചശക്തി എന്ന് പറയുന്നത്. ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം ആ പ്രപഞ്ചശക്തിയുടെ ഭാഗമായി സംഭവിക്കുന്നു. ആ പ്രപഞ്ചബോധവും പ്രപഞ്ചശക്തിയൊക്കെ തൊട്ടറിയണമെങ്കിലും മനസ്സിലാക്കണമെങ്കിലും അതിനകത്തൂടെയുള്ള ചില യാത്രകൾ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ പ്രതിപാദിക്കുന്നില്ല. പകരം ഈ ഒരു 3 കാര്യങ്ങൾ എടുക്കുക. ഒന്ന് ദൃശ്യപ്രകൃതി, നമുക്ക് ശരീരമുള്ളതുപോലെ ദൃശ്യപ്രകൃതി. അതുപോലെ തന്നെ നമുക്ക് ജീവനുള്ളതുപോലെ പ്രകൃതിയുടെ ജീവനാണ് ഈശ്വരീയം എന്നത്. അതുപോലെ നമുക്ക് മനസ്സുള്ളതുപോലെ പ്രകൃതിയുടെ മനസ്സിനെയാണ് നിയതി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ പ്രപഞ്ചം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്, നമ്മൾ നിരന്തരം അനുഭവിക്കുന്ന ഒന്നാണ്. ഇങ്ങനെയാണ് പ്രപഞ്ചം ക്രമീകരിക്കപ്പെട്ടുള്ളത്. പ്രപഞ്ചത്തിന്റെ ആ സംയോജന പ്രക്രിയയിൽ രൂപം കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിനെ അറിയുകയും നമ്മൾ അതിന്റെ ഭാഗമായിരിക്കുകയും ചെയ്യുമ്പോൾ ആണ് നമ്മൾ പൂർണ്ണമാകുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സുസ്ഥിരത ഉണ്ടാവുന്നത്. സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തരും ബോധ്യമാകേണ്ടുന്ന കാര്യം, ദൃശ്യപ്രകൃതിയുമായും ഈശ്വരീയമായിട്ടും നിയതിയുമായിട്ടും സമവാഗത്തിലാകാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് സുസ്ഥിരത ഉണ്ടാവുകയുള്ളൂ എന്നതാണ്.
ഈ ബോധ്യത്തിൽ ഇരുന്നു കൊണ്ട് വേണം സുസ്ഥിര സമൂഹത്തെ നമ്മൾ കെട്ടിപ്പടുക്കാൻ എന്ന ബോധ്യത്തെ പകർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.